കോമഡി വേഷങ്ങളിലൂടെയും ക്യാരക്ടർ റോളുകളിലൂടെയും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടനാണ് സലിം കുമാർ. സലിം കുമാർ എന്ന പേര് തനിക്ക് വന്നത് എങ്ങനെ എന്നാണെന്ന് പലപ്പോഴും സലിം കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിം ആണ് എന്നായിരുന്നു പലരും അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ വരെയും ധരിച്ചിരുന്നത്. കൊച്ചിൻ ഹനീഫയുടെ അമ്മയുടെ മയ്യത്ത് ചുമക്കാൻ വരെ നിയോഗമുണ്ടായത് സലിം കുമാറിനാണ്. സലീം കുമാർ എന്ന പേര് കേൾക്കുമ്പോൾ അതൊരിക്കലും ഒരു മുസൽമാൻ അല്ല എന്ന് ആരും പറയില്ല. തൻ്റെ മകന് ആരുടെയും അല്ലെങ്കിൽ ഏത് മതമാണെന്ന് തന്നെ മകൻ്റെ പേര് കേൾക്കുമ്പോൾ ആരും തിരിച്ചറിയരുത് എന്നൊരു അച്ഛൻ്റെ ആഗ്രഹം തന്നെയാണ് സലീം കുമാറിൻ്റെ ഈ പേരിന് പിന്നിൽ. ആ കഥ സലീം കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പന് എൻ്റെ ജീവിതവുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് പറയാം. എൻ്റെ പേര് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. അന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ സഹോദരൻ അയ്യപ്പൻ്റെ ജാതിപരവും വിപ്ലവാത്മകവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി. സ്വന്തം മക്കൾക്ക് ജാതി തിരിച്ചറിയാത്ത പേരുകളിട്ടു. ഉദാഹരണത്തിന് എൻ്റെ പേര് സലീം, അതുപോലെ ജലീൽ, ജമാൽ, നൌഷാദ് എന്നീ പേരുകളൊക്കെ ഈഴവരായിട്ടുള്ള ഹിന്ദു കുട്ടികൾക്ക് ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് സലീം എന്ന പേരിടുന്നത്. പേരിനൊപ്പം കുമാർ വന്നതിനും കഥയുണ്ട്. ഈ സലീം എന്ന പേരും കൊണ്ട് ചിറ്റാറ്റുപുഴ LPSൽ ചേർക്കാൻ ചെന്നു. അവിടെ വെച്ച് സലീം എന്ന പേര് കേട്ടപ്പോൾ ഇത് മുസ്ലിം കുട്ടിയുടെ പേരാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. അച്ഛനും അന്ന് ഇതേക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അധ്യാപകർ പേരിനൊപ്പം കുമാർ എന്നുകൂടി ചേർത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സലീമിനൊപ്പം കുമാർ കൂടി ചേർത്ത് എന്നെ ഹിന്ദുവാക്കി. 5ാം ക്ലാസ് വരെ ഞാൻ മുസ്ലിം ആയിരുന്നു. 5ാം ക്ലാസ്സിന് ശേഷം ഞാൻ വിശാല ഹിന്ദുവായി എന്നും സലീം കുമാർ പറയുന്നുണ്ട്. സലീം കുമാറിൻ്റെ മരണം വരെയും അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകൾ ഒക്കെ വരുന്നത് വരെയും എല്ലാവരും ധരിച്ചിരുന്നത് അദ്ദേഹം മുസ്ലിം ആണെന്നാണ്. ഒരു മുസ്ലിം മതസ്ഥനാണ് എന്നായിരുന്നു നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും എല്ലാം നമുക്ക് തോന്നിയിരുന്നത്. എന്നാൽ ഒരുപക്ഷെ മലയാളികൾക്കൊക്കെ അറിയാമായിരുന്നു അദ്ദേഹം മുസ്ലിം അല്ല, ഹിന്ദു ആണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല, തനിക്ക് ഒരു മതത്തിൻ്റെയും ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ വേണ്ട തൻ്റെ മരണത്തിൽ എന്നും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതായിട്ട് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. എല്ലായിടത്തും ഒരു മതത്തിനെയും അദ്ദേഹം കൂടെ കൂട്ടിയിട്ടില്ല, ഒരു മതത്തിന് വേണ്ടിയും സംസാരിച്ചിട്ടില്ല, ഒരു മതസ്ഥർക്ക് വേണ്ടിയും സംസാരിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ പോലും കൃത്യമായ നിലപാടുണ്ട്. ഇന്നത്തെ അഭിനേതാക്കളിൽ പലരും തങ്ങളുടെ രാഷ്ട്രീയം തുറന്നു പറയാൻ മടിക്കുന്ന ആളുകളാണ്. കാരണം നമ്മുടെ ഈ ഭരിക്കുന്ന സർക്കാരിനെ പുകഴ്ത്തിയില്ലെങ്കിൽ തങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാകുമോ, അവർ വിളിക്കുന്ന പരിപാടിയിൽ പോയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട്. അഭിനയവും രാഷ്ട്രീയവും ഇപ്പോൾ രണ്ടല്ല ഒന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അതേ കാലഘട്ടത്തിൽ അന്നും ഇന്നും തൻ്റെ രാഷ്ട്രീയത്തെ, തൻ്റെ നിലപാടുകളിൽ മാറ്റമില്ലാതെ മുന്നോട്ട് പോയ, തൻ്റെ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്ന ഒരാൾ തന്നെയാണ് സലിം കുമാർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ മകനും അങ്ങനെ തന്നെയാണ്. ചന്തു എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും മലയാളിയായിട്ടുള്ള ഒരു പയ്യനെ അല്ലെങ്കിൽ യുവാവിനെ തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. സലിം കുമാറും ഭാര്യ സുനിതയും എന്ന് പറയുമ്പോൾ സലിം കുമാറിൻ്റേത് പ്രണയ വിവാഹമാണ്. മുസ്ലിമായ സലിം കുമാർ സുനിത എന്ന ഹിന്ദു പെൺകുട്ടിയെ പ്രണയിച്ചു വിവാഹം കഴിച്ചു എന്ന് നമുക്ക് തോന്നുകയുള്ളൂ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ചടങ്ങ് അല്ലെങ്കിൽ കൊച്ചിൻ ഹനീഫയുടെ അമ്മയുടെ മയ്യത്ത് ചടങ്ങിൻ്റെ സമയത്താണ് പലരും തിരിച്ചറിയുന്നത് അദ്ദേഹം ഒരു മുസ്ലിം അല്ല, ഹിന്ദു ആണ് എന്ന കാര്യം.